ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ആൾജിബ്രിക് ഐഡന്റിറ്റീസ്. ഈ ഒരു ടോപ്പിക്കിൽ 10-12 ഐഡന്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിന് തന്നെ ഓരോ ഐഡന്റിറ്റിയിലും 4-5 ടൈപ്പ് ഡിഫറെന്റ് പ്രോബ്ലംസ് എക്സാമിന് ചോദിച്ചേക്കാം. ഡിഫറെന്റ് പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. എക്സ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെറ്റ് ക്യൂബ് മൈനസ് 3xy സെറ്റ്, ഈ ഒരു ഐഡന്റിറ്റിയും ആ ഒരു ഐഡന്റിറ്റിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസുമാണ്, മുഴുവൻ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ മക്കളും സെറ്റ് അല്ലടാ. ഈ ഒരു ഐഡന്റിറ്റിയും ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തോടെ സെറ്റ് ആക്കണം. നമ്മൾ ഈ ഒരു ഒറ്റ ക്ലാസ്സോടെ പഠിച്ചിരിക്കണം. സെറ്റ് അല്ലേ മക്കളെ? സോ നമുക്ക് നോക്കാം. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെറ്റ് ക്യൂബ് മൈനസ് 3xy സെറ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ മൈനസ് xy മൈനസ് വൈ സെറ്റ് മൈനസ് എക്സ് സെറ്റ് ആണ്. ഓക്കെ, ഐഡന്റിറ്റി പഠിക്കുക തന്നെ ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനല്ല. അത് ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കുക, വേറെ ഒന്നും ചെയ്യാനല്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കുക, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എ മൈനസ് ബി മൈനസ് സി ഇൻറ്റു. ഈ രണ്ട് ക്വസ്റ്റ്യനും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോയുടെ ഇടയിൽ കമന്റ് ഇടണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കൾ ചെയ്തിട്ട് ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. നമുക്ക് ഇത് നോക്കിയാൽ നിങ്ങൾ എ മൈനസ് ബി മൈനസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സി മൈനസ് ബി സി. ഈ ഒരു സാധനം നിങ്ങൾ എഴുതി കണ്ടിട്ടുണ്ടോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഫസ്റ്റ് സാധനത്തിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് സാധനത്തിന്റെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ സാധനത്തിന്റെ സ്ക്വയർ, പിന്നെ ഇതേ ഇൻറ്റു ഇത് എ ഇൻറ്റു ബി, പിന്നെ എ ഇൻറ്റു സി, പിന്നെ ലാസ്റ്റ് ബി ഇൻറ്റു സി. നമുക്ക് ഫസ്റ്റ് സാധനത്തിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് സാധനത്തിന്റെ സ്ക്വയർ, എക്സ് വൈ സെറ്റ് ആണ്. ഫസ്റ്റ് എക്സ്, സെക്കൻഡ് വൈ, തേർഡ് സെറ്റ് അല്ലേ സ്ക്വയർ, സെറ്റിന്റെ സ്ക്വയർ, പിന്നെ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എക്സ് ഇൻറ്റു വൈ, പിന്നെ വൈ ഇൻറ്റു സെറ്റ്, പിന്നെ എക്സ് ഇൻറ്റു സെറ്റ് അല്ലേ. സെയിം സാധനം അല്ലേ ഇവിടെ വരുന്നത് അല്ലേ മക്കളെ? അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക്, ഈ ഒരു സാധനത്തെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഒന്ന് മാറ്റി എഴുതി നോക്കാം. നോക്കിയാലോ? നോക്കാം. ഇവിടെ എങ്ങനെയാണുള്ളത്? ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ എന്താ ഉള്ളത്? എ മൈനസ് ബി മൈനസ് സി ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് എന്നുള്ള ഫോമിലേക്ക് എ മൈനസ് ബി മൈനസ് സിനെ മാറ്റി എഴുതണം. സിമ്പിൾ ആണ്. അതായത് ഇവിടെ മൈനസ് അല്ലേ, അതിനൊക്കെ നമ്മൾ പ്ലസ് ആക്കിയിട്ട് എഴുതാം. അതെങ്ങനെ പ്ലസ് ആക്കിയിട്ട് എഴുതാം? സിമ്പിൾ ആടാ. എ പ്ലസ് മൈനസ് ബി പ്ലസ് മൈനസ് സി കഴിഞ്ഞു. ഇതാ നമ്മൾ മാറ്റി എഴുതി. നോക്ക്, ഈ രണ്ട് സാധനവും സെയിം അല്ലേ? നിങ്ങൾ നോക്ക്, എ പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി. ഓക്കെ, പിന്നെ പ്ലസ് മൈനസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് സി. റെഡി അല്ലേ? ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ എന്താ? അടുത്ത ബ്രാക്കറ്റിൽ മക്കളെ ശ്രദ്ധിക്കുക. നമ്മുടെ ഐഡന്റിറ്റിയിൽ നമ്മൾ പഠിച്ച എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇൻറ്റു ആദ്യം ഈ സാധനം, ഫസ്റ്റ് സാധനത്തിന്റെ സ്ക്വയർ, പിന്നെ സെക്കൻഡ് സാധനത്തിന്റെ സ്ക്വയർ, പിന്നെ തേർഡ് സാധനത്തിന്റെ സ്ക്വയർ, എല്ലാം പ്ലസ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ആദ്യം ഫസ്റ്റ് സാധനത്തിന്റെ സ്ക്വയർ, ഫസ്റ്റ് സാധനം എന്താ? എ, അതിന്റെ സ്ക്വയർ പ്ലസ്, പിന്നെ സെക്കൻഡ് സാധനത്തിന്റെ സ്ക്വയർ, സെക്കൻഡ് സാധനം എന്താ? മൈനസ് ബി ആണ്, അതിന്റെ സ്ക്വയർ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ്, പിന്നെ എന്താ? തേർഡ് സാധനം, അതിന്റെ സ്ക്വയർ എത്രയാ? മൈനസ് സി ആണ് തേർഡ് സാധനം, അതിന്റെ സ്ക്വയർ മൈനസ് സി ഹോൾ സ്ക്വയർ. നിങ്ങൾ നോക്ക്, അതിനെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത്? ഇതാ എ സ്ക്വയർ മൈനസ് ബി ഹോൾ സ്ക്വയർ, അതല്ലേ ബി സ്ക്വയർ. മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി, അത് പ്ലസ് ആവും, പ്ലസ് ബി സ്ക്വയർ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ദെൻ മൈനസ് സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് സി ഇൻറ്റു മൈനസ് സി, ദാറ്റ് ഇസ് മൈനസ് മൈനസും പ്ലസ് ആയി, സി ഇൻറ്റു സി, സി സ്ക്വയർ. യെസ്, പ്ലസ് സി സ്ക്വയർ. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് മൈനസ് സൈൻ ഇടുക, എന്നിട്ട് ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ എഴുതണം. മൈനസ് സൈൻ ഇട്ടിട്ട് ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ, മൈനസ് സൈൻ ഇടുക, ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ. ഓക്കെ, മൈനസ് സൈൻ ഇട്ടു, എന്നിട്ട് ഫസ്റ്റ് വൺ എത്രയാ? ഇവിടെ ഫസ്റ്റ് വൺ എ ആണ്, സെക്കൻഡ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ. ഓക്കെ, മൈനസ് സൈൻ ഇട്ടു. പിന്നെ എന്താ എഴുതേണ്ടത്? പിന്നെ എഴുതേണ്ടത് ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ, എക്സ് ഇൻറ്റു വൈ, ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ ആണ്. ഓക്കെ, സോ മൈനസ് സൈൻ ഇട്ടു. ഇനി ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ എത്രയാ? എ ഇൻറ്റു മൈനസ് ബി, എ ഇൻറ്റു മൈനസ് ബി. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? പിന്നെ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, വീണ്ടും മൈനസ് സൈൻ ഇടുക, വീണ്ടും മൈനസ് സൈൻ ഇട്ടു. എന്നിട്ടോ വൈ ഇൻറ്റു സെറ്റ്, സെക്കൻഡ് വൺ ഇൻറ്റു തേർഡ് വൺ, വൈ ഇൻറ്റു സെറ്റ് സെക്കൻഡ് വൺ ഇൻറ്റു തേർഡ് വൺ അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ സെക്കൻഡ് വൺ ഇൻറ്റു തേർഡ് വൺ എത്രയാ? മൈനസ് ബി ഇൻറ്റു മൈനസ് സി, മൈനസ് ബി ഇൻറ്റു മൈനസ് സി. ഓക്കെ, പിന്നെയോ വീണ്ടും മൈനസ് സൈൻ അല്ലെ? വീണ്ടും മൈനസ് സൈൻ.
വീണ്ടും മൈനസ് സൈൻ. പിന്നെയോ ഇതിനെന്താ ഉള്ളത്? സെഡ് ഇൻറ്റു എക്സ്. സെഡ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു സെഡ്, ഫസ്റ്റ് വൺ ഇൻറ്റു തേർഡ് വൺ. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻറ്റു തേർഡ് വൺ. അപ്പൊ എങ്ങനെയാ വരിക? ഇതാ ഫസ്റ്റ് വൺ ഇൻറ്റു തേർഡ് വൺ. ഫസ്റ്റ് വൺ എന്താ? എ ആണ്. തേർഡ് വൺ മൈനസ് സി ആണ്. എ ഇൻറ്റു മൈനസ് സി എന്നുള്ള ഫോമിലായി. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോടാ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കുക, സെയിം സാധനമല്ലേ ഇവിടെ വരുന്നത്. മേലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് നോക്ക്. എ സ്ക്വയർ മൈനസ് ബി ഹോൾ സ്ക്വയർ, അത് ബി സ്ക്വയർ. മൈനസ് സി ഹോൾ സ്ക്വയർ, അത് സി സ്ക്വയർ. പിന്നെ മൈനസ് എ ഇൻറ്റു മൈനസ് ബി എത്രയായി? പ്ലസ് എ ബി. അതിൻ്റെ ഇവിടെ ഉള്ളത് ആണ്. പിന്നെ മൈനസ് ഓഫ് മൈനസ് ബി ഇൻറ്റു മൈനസ് സി. 3 മൈനസ് ഉണ്ട്. 3 മൈനസും കൂടി ആയാൽ 2 മൈനസ് പ്ലസ് ആയി. അല്ല, 2 മൈനസ് കൂടെ പ്ലസ് ആവും. പിന്നെയുള്ള 3 മൈനസും കൂടെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. 3 മൈനസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 2 മൈനസും കൂടി എന്താവും? പ്ലസ് ആവും. ബാക്കി ഒരു മൈനസ്. ആ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? മൈനസ് ബി സി. മൈനസ് ഇത് 3 കൂടെ മൈനസ് ബി സി ആയിട്ട് മാറി. അത് അവസാനം ഇവിടെ ഉണ്ട്, മൈനസ് ബി സി ഉണ്ട്. പിന്നെ നോക്ക്, മൈനസ് എ ഇൻറ്റു മൈനസ് സി, അത് എത്രയാ? മൈനസും പ്ലസ് ആയി. എ ഇൻറ്റു സി, എ സി പ്ലസ് എ സി, അതും ഉണ്ട്, പ്ലസ് എ സി ഉണ്ട്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതി മക്കളെ? ഇതേ ഇങ്ങനെ മാറ്റി എഴുതി. സെറ്റ് അല്ലേ? ഓക്കെ. ഇത് നമ്മൾ എന്ത് ഫോമില മാറ്റി എഴുതിയത്? ഈ ഒരു ഫോമില് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ സെഡ് മൈനസ് എക്സ് സെഡ് എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതി. അതിന്റെ ഇക്വേഷൻ എന്താ? അതിന്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് 3xy സെഡ്. അതായത് ഫസ്റ്റ് വണ്ണിന്റെ ക്യൂബ് പ്ലസ് സെക്കൻഡ് വണ്ണിന്റെ ക്യൂബ് പ്ലസ് തേർഡ് വണ്ണിന്റെ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? ഫസ്റ്റ് വണ്ണിന്റെ ക്യൂബ് പ്ലസ് സെക്കൻഡ് വണ്ണിന്റെ ക്യൂബ്. ഇതാണ് നോക്കുന്നത്. ഫസ്റ്റ് വണ്ണിന്റെ ക്യൂബ് പ്ലസ് സെക്കൻഡ് വണ്ണിന്റെ ക്യൂബ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ ഇവിടെ എ ആണ്. അപ്പോൾ അതിന്റെ ക്യൂബ് എ ക്യൂബ് പ്ലസ് സെക്കൻഡ് വണ്ണിന്റെ ക്യൂബ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് മൈനസ് ബി, അതിന്റെ ക്യൂബ് ഹോൾ ക്യൂബ് പ്ലസ് തേർഡ് വണ്ണിന്റെ ക്യൂബ് മൈനസ് സിന്റെ ക്യൂബ് ഹോൾ ക്യൂബ്. പിന്നെ മൈനസ് 3 ഇൻറ്റു എക്സ് വൈ സെഡ്. 3 ഇൻറ്റു ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ ഇൻറ്റു തേർഡ് വൺ. അപ്പൊ എത്രയാ വരിക? 3 ഇൻറ്റു ഫസ്റ്റ് വൺ എത്രയാ? എ ആണ് ഫസ്റ്റ് വൺ, എ ഇൻറ്റു സെക്കൻഡ് വൺ മൈനസ് ബി. സോറി, എ അല്ലേ, ഞാൻ 3 എന്ന് എഴുതി വെച്ചത്. എ ഇൻറ്റു മൈനസ് ബി സെക്കൻഡ് വൺ ഇൻറ്റു തേർഡ് വൺ എത്രയാ? മൈനസ് സി. ഓക്കെ, അപ്പൊ എത്ര വരും? എ ക്യൂബ് അങ്ങനെ തന്നെ താഴോട്ടേക്ക് എഴുതി. പിന്നെ മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് ബി ഹോൾ ക്യൂബ്. സി, ഒരു നെഗറ്റീവ് നമ്പറിന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ മൈനസ് ബി ക്യൂബ് വരും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. അടുത്തത് മൈനസ് സി ഹോൾ ക്യൂബ് പ്ലസ് മൈനസ് സി ഹോൾ ക്യൂബ്. വീണ്ടും നെഗറ്റീവ് നമ്പറിന്റെ പവർ ഓഡ് നമ്പർ വന്നു. അപ്പോൾ വീണ്ടും നെഗറ്റീവ് വരും. നെഗറ്റീവ് സി ക്യൂബ്. ദെൻ മൈനസ് ഈ മൈനസ് അതേപോലെ താഴോട്ടേക്ക് എഴുതി. പിന്നെ 3 ഇൻറ്റു എ ഇൻറ്റു മൈനസ് ബി ഇൻറ്റു മൈനസ് സി. അതിൽ മൈനസ് ബി ഇൻറ്റു മൈനസ് സി എന്ന് പറയുമ്പോൾ മൈനസും കൂടെ പ്ലസ് ആയി പോയി. അപ്പോൾ സൈനും ഈ മൈനസും കൂടെ ക്യാൻസൽ ആയി പോയി. ഈ മൈനസ് അങ്ങനെ തന്നെ താഴോട്ടേക്ക് എഴുതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദെൻ 3 ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു സി, 3abc. This is the final answer. A cube minus b cube minus c cube minus 3abc is the final answer. ഇതേപോലെ മക്കൾ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫാക്ടറൈസ് എ ക്യൂബ് മൈനസ് 8b ക്യൂബ് മൈനസ് 64c ക്യൂബ് മൈനസ് 24abc. 3 സാധനങ്ങളുടെ ക്യൂബ്. 3 സാധനങ്ങൾ ക്യൂബ് ഉണ്ട്. ക്യൂബ് പിന്നെ അവസാനം മൈനസ് ഒരു സംഭവം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ഫോമിലേക്കും? എക്സ് ക്യൂബ് നമ്മുടെ ഈ ഒരു ഇക്വേഷന്റെ ഫോമിലേക്കും. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് 3xy സെഡ് എന്നുള്ള ഫോമിലേക്കും. പക്ഷെ നമ്മൾ അതിനെ അങ്ങനെ മാറ്റണം. എങ്ങനെയാ? ആദ്യത്തത് ഫസ്റ്റ് ഒരു സാധനത്തിന്റെ ക്യൂബ് ആയിരിക്കണം. ഓക്കെ, ആദ്യത്തെ റെഡിയാ? എന്റെ ക്യൂബാണ് എ ക്യൂബ് മൈനസ്. പക്ഷെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലസ് അല്ലേ? അപ്പോൾ ഈ പ്ലസ് വൈ ക്യൂബ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പ്ലസ് ആക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ മൈനസ് 8b ഹോൾ ക്യൂബിനെ നമ്മൾ എങ്ങനെയാ ഒരു സാധനത്തിന്റെ ക്യൂബായിട്ട് എഴുതുക? 8 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ക്യൂബാ? 2ന്റെ ക്യൂബാ. ഓക്കെ, അപ്പൊ മൈനസ് 2b ഹോൾ ക്യൂബ് നമുക്ക് മാറ്റി എഴുതിക്കൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മൈനസ് 2b ഹോൾ ക്യൂബ് എത്രയാ? മൈനസ് ആണ് ക്യൂബ് എടുക്കുമ്പോൾ ആൻസർ മൈനസ് ആണ്, മൈനസ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ പവറിൽ ഓഡ് നമ്പർ വന്നാൽ ആൻസർ മൈനസ് ആ വരിക. അതുകൊണ്ട് മൈനസ് വന്നു. ഓക്കെ, പിന്നെ 2ന്റെ ക്യൂബ് 8, ബിന്റെ ക്യൂബ് ബി ക്യൂബ്. റെഡി അല്ലേ? മേലത്തെ സെയിം സാധനമല്ലേ ഞാൻ താഴോട്ട് എഴുതിയത്? ആണ്. ദെൻ അടുത്ത എത്രയാ? മൈനസ് 64c ക്യൂബ്. അത് നമ്മൾ പ്ലസ് ആയിട്ട് തന്നെ എഴുതണം, പ്ലസ്. ഓക്കെ, 64 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ക്യൂബാ? ഏത് നമ്പറിന്റെ ക്യൂബാ? 4ന്റെ ക്യൂബ് അല്ലേ 64. 4 4 16, 4 4 16, 16 ഇൻറ്റു 4 64. 4 10 40, 4 6 24, 64. യെസ്. സോ 4ന്റെ ക്യൂബ്. അപ്പൊ മൈനസ് 4ന്റെ ക്യൂബാണ് 64. സിന്റെ ക്യൂബാണ് സി ക്യൂബ്. സോ മൈനസ് 4c
ഹോൾ ക്യൂബ് അല്ലേ? ഓക്കെ, അങ്ങനെ എഴുതി. ഇത്രയും നോക്ക്, എന്റെ ക്യൂബ് എ ക്യൂബ്. ഓക്കെ, ദെൻ -2b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -8b ക്യൂബ്, -4c ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -64c ക്യൂബ്. ദെൻ എന്താ, ദെൻ -3 ഇൻറ്റു ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ ഇൻറ്റു തേർഡ് വൺ. 3 ഇൻറ്റു XYZ എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ 3 ഇൻറ്റു ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ. ഏത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ്, പവർ നോക്കാണ്ട്. അപ്പൊ 3 ഇൻറ്റു എ ഇൻറ്റു ഫസ്റ്റ് വൺ എ, സെക്കൻഡ് വൺ എന്താ -2b ഇൻറ്റു തേർഡ് വൺ എന്താ -4c. അതിനല്ലേ സാധനം, നോക്ക് നോക്ക്, റെഡി അല്ലേ? മൈനസ് സൈന്, പിന്നെ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി പോയി, അത് ക്യാൻസൽ ആയി പോയി. പിന്നെ മൈനസ് സൈൻ ഉണ്ട്. പിന്നെ ABC അതുണ്ട്, ABC ഉണ്ട്. പിന്നെ 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 4 4 24, അതുണ്ട്. അപ്പൊ റെഡിയാണ്, നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ വരിക? ഈ സാധനത്തിന്റെ ഇക്വേഷൻ എന്താ? x³ + y³ + z³ - 3xyz എന്നുള്ള, അതായത് ഇത് സെയിം സാധനമാണ്. x³ പ്ലസ് ഇത് y³ ഇത് z³ -3 ഇൻറ്റു x ഇൻറ്റു y ഇൻറ്റു z. അതിന്റെ ഇക്വേഷൻ എന്താ? നോക്ക്, x³ + y³ + z³ എന്ന് പറഞ്ഞാൽ x + y + z ഇൻറ്റു x² + y² + z² -xy ഇൻറ്റു -xy - zx ആണ്. അങ്ങനെ തന്നെ നിങ്ങൾ എഴുത്. എന്താ വരിക? x + y + z. ആദ്യം ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. എന്താ വരിക? അപ്പോൾ മൂന്നും കൂടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എയും -2bയും -4cയും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്താ വരിക? a -2b -4c ഇൻറ്റു പിന്നെന്താ, ഓരോന്നിന്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യാം. x² പ്ലസ് ഫസ്റ്റ് വണ്ണിന്റെ സ്ക്വയർ a² പ്ലസ് സെക്കൻഡ് വണ്ണിന്റെ സ്ക്വയർ -2bന്റെ സ്ക്വയർ എത്രയാടാ? -2bന്റെ സ്ക്വയർ -2b ഇൻറ്റു -2b, -2 ഇൻറ്റു -2 4 ഇൻറ്റു b², 4b². പിന്നെ തേർഡ് വണ്ണിന്റെ സ്ക്വയർ -4cന്റെ സ്ക്വയർ, -4cന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4c ഇൻറ്റു -4c ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, 4 ഇൻറ്റു 4 16, 16c². ദെൻ പിന്നെന്താ, -xy -yz -zx. സോ എന്ത് വരും നെക്സ്റ്റ്? മൈനസ് ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ, അത് എത്രയാ? a ഇൻറ്റു -2b -2ab -2ab. പിന്നെ മൈനസ് സെക്കൻഡ് വൺ ഇൻറ്റു തേർഡ് വൺ എത്രയാ? -2b ഇൻറ്റു -4c. ദെൻ വീണ്ടും മൈനസ്, പിന്നെ ഫസ്റ്റ് വൺ ഇൻറ്റു തേർഡ് വൺ, അത് എത്രയാ വരിക? a ഇൻറ്റു -4c. ഓക്കെ, സോ ഇത് നമുക്ക് ചെയ്യാം. a -2b -4c ഇൻറ്റു എന്ത് വരും? a² പ്ലസ് 4b² പ്ലസ് 16c². ഇതുവരെ അതേപോലെ തന്നെ താഴോട്ട് എഴുതി. പിന്നെ ഈ മൈനസ് കൂടി എന്തായി? പ്ലസ്. സോ +2ab. ഓക്കെ, പിന്നെ ഈ മൈനസും കൂടെ പ്ലസ് ആയി. ഓക്കെ, അത് ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് ഒരു മൈനസ് ആണ്, ആ മൈനസ് ഇട്ടു. പിന്നെ എന്താ വരിക? 2b ഇൻറ്റു 4c, 2 ഇൻറ്റു 4 8, 8bc. ഓക്കെ, പിന്നെ -a ഇൻറ്റു -4c, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറി, പ്ലസ് a ഇൻറ്റു 4c 4ac. സോ എന്ത് കിട്ടി? a -2b -4c ഇൻറ്റു a² പ്ലസ് 4b² പ്ലസ് 16c² പ്ലസ് 2ab -8bc പ്ലസ് 4ac നമുക്ക് ആൻസർ കിട്ടി. അല്ലടാ, നമ്മൾ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു സാധനത്തിന് രണ്ട് സാധനങ്ങളെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇതാ നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞു. ഇതാ നോക്ക്, ഒരു സാധനം ഇത്, ഈ ബ്രാക്കറ്റുള്ളത് ഒരു സാധനം, അടുത്ത ബ്രാക്കറ്റുള്ളത്, ഈ ബ്രാക്കറ്റുള്ളത് അടുത്ത സാധനം, ഒരു സാധനം ഇൻറ്റു മറ്റേ സാധനം, എന്നുള്ള ഫോമിൽ എഴുതി. ഇത്രയുള്ളൂ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഐഡന്റിറ്റിയിൽ വരുന്ന ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് മുന്നേ മക്കൾ കൃത്യമായിട്ട് ഈ ഒരു സാധനം പഠിക്കണം. ഇന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഐഡന്റിറ്റി ഇല്ലേ, ഈ ഒരു ഐഡന്റിറ്റിയിൽ മക്കളെ ഈ ഒരു സാധനം x + y + z, 3 നമ്പേഴ്സ് തന്നു. നമ്മൾ x³ + y³ + z³ എടുക്കൂലേ, അതിൽ 3 നമ്പേഴ്സ് x ഉം y z ഉം. അതിന്റെ 3ന്റെ സമ്മ് 0 എന്ന് വിചാരിക്കാം. x + y + z, ഈ സാധനം 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 0 ആണെങ്കിൽ RHS ഇത് 0 ആയി പോയി. അപ്പൊ 0 ഇൻറ്റു ഈ സാധനം നല്ലേ വരിക, ഈ ബ്രാക്കറ്റ് നല്ലേ വരിക. അപ്പൊ 0 ഇൻറ്റു സംതിങ് എന്ന് പറയുമ്പോൾ അത് 0 ആയി പോയി മൊത്തത്തിൽ. അപ്പൊ മൊത്തത്തിൽ RHS എന്തായി പോകും? 0 ആയി പോകും. അഥവാ x³ + y³ + z³ -3xyz, ഈ സാധനം ഈക്വൽ ടു 0 എന്ന് വരും. ഇനി -3xyz അപ്പുറത്തോട്ടുണ്ടോ നമുക്ക്? അപ്പൊ എന്താവും? x³ + y³ + z³ 3xyz എന്ന് ആൻസർ കിട്ടും. ഏത്? 3 നമ്പേഴ്സിന്റെയും സമ്മ് 0 ആണെങ്കിൽ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കുക, ഇഫ് a + b + c = 0. ഇവിടെ എയും ബിയും സി വെച്ചിട്ടാണ് ഐഡന്റിറ്റി അവർ പറഞ്ഞിട്ടുള്ളത്. വേറെ വ്യത്യാസമില്ല, മറ്റേത് നമ്മൾ പഠിച്ചത് x y z വെച്ചിട്ടായിരുന്നു. ഓക്കെ, നോക്കുക, a + b + c 0 ആണെങ്കിൽ
എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് 3abc ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ട് എന്താ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് എന്ന് പറയുന്നത് 3xyz ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിതൗട്ട് ആക്ച്വലി കാൽക്കുലേറ്റിംഗ് ദ ക്യൂബ്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ക്യൂബ്സ് കണക്കാക്കാതെ തന്നെ, ക്യൂബിന്റെ വാല്യൂ കണക്കാക്കാതെ തന്നെ 1/2 ഹോൾ ക്യൂബ് പ്ലസ് 1/3 ഹോൾ ക്യൂബ് മൈനസ് 5/6 ഹോൾ ക്യൂബ് കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ ആണ് മക്കളെ, 3 നമ്പേഴ്സിന്റെ ക്യൂബ് അല്ലേ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് എന്നുള്ള ഫോമില. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പക്ഷെ ഇത് മൈനസ് അല്ലേ, ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. അപ്പൊ നമുക്ക് അതിനെ മാറ്റി എഴുതാം. എങ്ങനെയാ, 1/2 ഹോൾ ക്യൂബ് പ്ലസ് 1/3 ഹോൾ ക്യൂബ് പ്ലസ് മൈനസ് 5/6 ഹോൾ ക്യൂബ് എന്ന് എഴുതി. രണ്ടും സെയിം അല്ലേ, 1/2 ഹോൾ ക്യൂബ് 1/2 ഹോൾ ക്യൂബ് പ്ലസ് 1/3 ഹോൾ ക്യൂബ് പ്ലസ് 1/3 ഹോൾ ക്യൂബ് മൈനസ് 5/6 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് നമുക്ക് പുറത്ത് എഴുതാം, 5/6 ഹോൾ ക്യൂബ് ആണ്, സെയിം ആണ്. ഓക്കെ മക്കളെ, 3 നമ്പേഴ്സിന്റെ ക്യൂബ്. അപ്പൊ ആ 3 നമ്പേഴ്സിന്റെ സം ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. ഏതിന്റെയൊക്കെ, 1/2ന്റെ 1/3ന്റെ 5/6ന്റെ സം എത്രയാണ് വരിക? LCM എത്രയാ? LCM 6 ആണ് അല്ലെ, 2ന്റെ 3ന്റെ 6ന്റെ LCM 6 ആണ്. ഓക്കെ, 2ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുക? 3നെ കൊണ്ട്. ആ 3നെ കൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ, 3 × 1 3, നടുക്കുള്ള സൈൻ എന്താ, പ്ലസ്. ഓക്കെ, അടുത്തത് 3ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുക? 2. ആ 2നെ കൊണ്ട് അതിന്റെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ, 2 × 1 2. ഓക്കെ, നടുക്കുള്ള അടുത്ത സൈൻ ഇത് പ്ലസ് പ്ലസ്. ഇനി ഓക്കെ, പ്ലസ് അല്ല മൈനസ് അല്ലേ, മൈനസ് 5/6 അല്ലടാ, മൈനസ് 5/6 ആണ്. 3 നമ്പേഴ്സ് 1/2 1/3 മൈനസ് 5/6 ആണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത സൈന് മൈനസ് ഇടണം, മൈനസ് ഇട്ടു. ഓക്കെ, നോക്കുക, 6ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുക? 1 ഉണ്ട്. ആ 1നെ കൊണ്ട് അതിന്റെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ, 1 × 5 5. ഓക്കെ, സോ എത്ര വന്നു? 3 + 2 5, 5 - 5 0, 0/6 എന്ന് വന്നു, അഥവാ 0 എന്ന് കിട്ടി. 3 നമ്പേഴ്സും ആഡ് ചെയ്താൽ 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 0 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ്, 3 നമ്പേഴ്സിന്റെ ക്യൂബ് ആഡ് ചെയ്താൽ കിട്ടുന്നത് 3 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ × തേർഡ് നമ്പർ ആയിരിക്കും. സോ നമുക്ക് എഴുതാം 1/2 ഹോൾ ക്യൂബ് പ്ലസ് 1/3 ഹോൾ ക്യൂബ് പ്ലസ് മൈനസ് 5/6 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 3 × ഫസ്റ്റ് വൺ എത്രയാ, 1/2 ഇൻറ്റു സെക്കൻഡ് വൺ 1/3 ഇൻറ്റു മൈനസ് 5/6 ആയിരിക്കും. അതിൽ നമുക്ക് അത് ചെയ്യണം, അത് ബാക്കി ചെയ്യാം. എങ്ങനെയാ, 3യും മേലുള്ള 3യും താഴെ 3യും കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്, ന്യൂമറേറ്റേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ, 1 × 1 1, 1 × -5 -5, പിന്നെ 2 × 6 12, -5/12 എന്ന് ആൻസർ കിട്ടി. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഐഡന്റിറ്റി എന്ന് നമുക്ക് ചോദിക്കാം. ഈ ഒരു 3 പ്രോബ്ലംസിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അതിഗംഭീരമായിട്ട് ആൻസർ ചെയ്യുമെന്നുള്ള കോൺഫിഡൻസ് കിട്ടിയ കുട്ടികൾ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, കൃത്യമായിട്ട് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.